അവർക്ക് സത്യം പറഞ്ഞാൽ അത് കാണിക്കുന്ന വലിയൊരു നീതികേടാണ്. കൃത്യമായിട്ടും 5 മാസക്കാലം പോരാ, 25 ലക്ഷം വിദ്യാർത്ഥികൾ. നമ്മൾ 2024 കോലാഹലങ്ങളെല്ലാം കണ്ടതാണ്. അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഡിസംബറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയങ്ങളെ കുട്ടികൾക്ക് മുമ്പിലുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിലബസ് പബ്ലിഷ് ചെയ്യണം. മാറ്റമുണ്ടെങ്കിൽ ഗവൺമെൻറ് തലത്തിലും അതിൻ്റേതായിട്ടുള്ള വിഭാഗങ്ങളിലൊക്കെ നടക്കുന്നത്. പക്ഷേ അതിനിയും അമാന്തിച്ചുകൂടാ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാവണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. കാരണം ഓൺലൈൻ ക്വസ്റ്റ്യൻ മാറ്റേണ്ടോട്ട് ഫുൾ ഓൺലൈനിലോട്ട് മാറുകയാണെങ്കിൽ ഏറ്റവും ഭാഗ്യവാന്മാർ കുട്ടികൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവർക്ക് ഏറ്റവും താല്പര്യവും അത് തന്നെയാണ്. ഏതൊരു രീതിയാണെങ്കിലും കുട്ടികൾക്കുള്ളിലുണ്ടാകുന്ന ഭയം, അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓൺലൈനാക്കി, ഹൈബ്രിഡാക്കി, അല്ലെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നടത്തി, ഇതിനൊന്നും അപാകതയില്ല. അപ്പം ഏത് രീതി കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് ആ രീതിയിലോട്ട് മാറ്റാനുള്ള സംവിധാനം ഇന്നും ബ്രില്യൻറ്റിനുണ്ട്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. അവിടെ നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. സമയം കൃത്യമായിട്ട് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം അപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയവും എടുക്കുന്ന എഫേർട്ടും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 123ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. തീർച്ചയായിട്ടും 2025 നീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മാസം കൂടി ഇനി അവരുടെ മുൻപിലുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും സാർ, ഏറ്റവും കൂടുതലായിട്ട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിയാൻ ആഗ്രഹിക്കുക 2025 നീറ്റിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന അപ്ഡേഷൻസ് എന്തെല്ലാമാണെന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാണ്ട് 25 ലക്ഷത്തോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് നീറ്റ് ആസ്പിരൻസ് ആയിട്ട് അല്ലെങ്കിൽ നീറ്റിൻ്റെ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതുവരെയും നമുക്ക് NTA ഭാഗത്തു നിന്നോ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നോ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അറിയിപ്പുകളും നീറ്റ് 2025 സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഡേറ്റ് സംബന്ധിച്ചോ, പരീക്ഷാ രീതിയെക്കുറിച്ചോ, സിലബസിനെ കുറിച്ചോ യാതൊന്നിനെക്കുറിച്ചും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാഷ്യവും നമുക്ക് മുമ്പിൽ ഇതുവരെ ലഭ്യമല്ല. നമുക്കറിയാം, +2 ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നമുക്ക് മുമ്പിലുണ്ട്. +2 ശേഷം ഒരു വർഷം ഇതിനായിട്ട് തയ്യാറെടുത്ത വിദ്യാർത്ഥികളുണ്ട്. പിന്നെ മെഡിക്കൽ എന്നുള്ള ഒരു ഒറ്റ സ്വപ്നത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് +2 ശേഷം തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം, 5 മാസക്കാലമാണ് നമുക്ക് മുമ്പിലുള്ളത്. സിലബസ് NCERT ബേസ്ഡ് ആണ്. ഇതൊക്കെ നമുക്കറിയാമെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ദിശ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ടില്ല. നമ്മളും കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. NCERTയുടെ ടോപ്പിക്കുകളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഏതാണ്ട് 90% നമ്മൾ ടോപ്പിക്ക് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളോട് നമ്മൾ ജനുവരി 15 തന്നെ ടോപ്പിക്കുകളുടെ എല്ലാം പെൻഡിങ് പോർഷൻസ് തീർക്കണം, എല്ലാം റിവൈസ് ചെയ്ത് വെക്കണം. ജനുവരി 22 നമ്മുടെ യൂണിറ്റുകളെല്ലാം ആരംഭിക്കുകയാണ്. പിന്നീട് നമുക്ക് ക്വസ്റ്റ്യനുകൾ കൂടുതൽ ചെയ്യേണ്ട, ഓരോ ദിവസവും നമ്മൾ ക്വസ്റ്റ്യനുകൾ കൂടുതൽ ചെയ്യേണ്ട ദിവസങ്ങളിലോട്ടാണ് പോകുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് തുടരുന്ന ആ ഏറ്റവും വിജയിച്ച ആ പ്ലാനിൽ തന്നെയാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിൽ കൂടെ തന്നെയാണ് നമ്മൾ ഏത് വിദ്യാർത്ഥിയാണെങ്കിലും, ഇപ്പം റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ വിദ്യാർത്ഥികളെ ആണെങ്കിലും, റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആണെങ്കിലും, ലോങ് ടൈം സ്റ്റുഡൻസിനെ ആണെങ്കിലും, ഓൺലൈൻ ബാച്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റത്തിലോട്ട് തന്നെ നമ്മൾ എത്തിക്കുകയാണ്. ജനുവരിയിലോട്ട് നമ്മുടെ അവരുടെ ടോപ്പിക്കുകളെല്ലാം തന്നെ തീർത്ത് അവരെ പരീക്ഷയ്ക്കായിട്ട് സജ്ജരാക്കുകയാണ്. പക്ഷേ നീറ്റ് 2025 സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. സർ, വർഷങ്ങളായിട്ട് നീറ്റിൻ്റെ എല്ലാ കാലങ്ങളിലെയും മാറ്റങ്ങളെ ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായി നിരൂപിക്കുന്ന ഒരാളാണ് ശിവൻ സാർ എന്ന് പറയുന്നത്. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ശിവൻ സാറിന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് വന്ന അപ്ഡേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഈ നീറ്റ് 2024 അല്ലെങ്കിൽ നീറ്റ് 2025 അതിനോട് എത്ര നീതി കാണിക്കുന്നുണ്ട് സർ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യ സമയങ്ങളിൽ നവംബർ ഡിസംബർ മാസം നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ പറഞ്ഞൊരു കാര്യം അതുതന്നെയായിരുന്നു. നവംബറിൽ നമ്മൾ കൃത്യമായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സിലബസ് തന്നു. ഓരോ ചാപ്റ്ററുകളും, ആ ചാപ്റ്ററിനകത്തെ ഓരോ പോയിന്റുകളും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ പബ്ലിഷ് ചെയ്യുകയും അത് വീണ്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത് തന്നെ വീണ്ടും അവരുടെ രണ്ടുപേരുടെയും ഔദ്യോഗിക വെബ്സൈറ്റിൽ സിലബസ് നവംബറിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ എക്സാം കലണ്ടർ 2025-26 അധ്യയന വർഷത്തിലോട്ടുള്ള എക്സാം കലണ്ടർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറപ്പെടുവിച്ചിരുന്നു. അത് ഓഫ്ലൈൻ എക്സാം ആണെന്ന് പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള ഡേറ്റ്, അതിൻ്റെ ടൈം, ഇതെല്ലാം തന്നെ നവംബറിൽ തന്നെ കുട്ടികളെ അറിയിച്ചിരുന്നു. ഇപ്പം
എൻട്രൻസ് പരിശീലനത്തിനായിട്ട് പുറപ്പെടുന്ന വിദ്യാർത്ഥികൾ നമുക്കറിയാം ഒരു 40% അല്ലെങ്കിൽ 50% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പുകളില്ലാതെ പരിശീലനമില്ലാതെ തന്നെയാണ് നീറ്റിനെ സമീപിക്കുന്നത്. അപ്പം അവർ എന്തിനെ അനുസരിച്ചാണ് തയ്യാറെടുക്കേണ്ടതെന്നുള്ളതൊരു മുൻവിധി ഇല്ലാതെ നീറ്റ് 2025 പോകേണ്ട ഒരു അവസ്ഥ അവർക്ക് സത്യം പറഞ്ഞാൽ അത് കാണിക്കുന്ന വലിയൊരു നീതികേടാണ്. കൃത്യമായിട്ടും 5 മാസക്കാലം പോരാ. 25 ലക്ഷം വിദ്യാർത്ഥികൾ നമ്മൾ 2024 കോലാഹലങ്ങളെല്ലാം കണ്ടതാണ്. എത്രത്തോളം കുട്ടികൾ ഈ ഒരു മെഡിക്കൽ ഒരു പ്രൊഫഷനെ സ്നേഹിക്കുന്നു, അതിനായിട്ട് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു. ആ കഠിനാധ്വാനത്തിൻ്റെ വില ഇപ്പോഴും ഈ കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും അതിനെ ആ ഒരു ഉത്തരവാദിത്തോടെ കാണുന്നുണ്ടോ എന്നുള്ളത് അവർ എത്രത്തോളം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. കാരണം എത്രയും പെട്ടെന്ന് സിലബസ് പബ്ലിഷ് ചെയ്യണം, എത്രയും പെട്ടെന്ന് എക്സാം മോഡ് പറയണം, എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് പറയണം, 2 ചാൻസുകളുണ്ടോ എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നുള്ളത് കൃത്യമായിട്ടും കുട്ടികൾക്ക് തയ്യാറെടുക്കാനുള്ള അവസരം കൊടുക്കണം, സമയം കൊടുക്കണം. അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഡിസംബറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയങ്ങളെ കുട്ടികൾക്ക് മുമ്പിലുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിലബസ് പബ്ലിഷ് ചെയ്യണം. മാറ്റമുണ്ടെങ്കിൽ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണെങ്കിൽ അത് വ്യക്തമാക്കണം. അതുപോലെ തന്നെ എക്സാം രീതികളെക്കുറിച്ച്, ഡേറ്റിനെക്കുറിച്ച്, ഓഫ്ലൈൻ ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഉത്തരവാദിത്തമില്ലായ്മയല്ല, അതിൽ വരുന്ന ഒരു താമസമായിരിക്കാം. എന്താണല്ലോ അത് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണം. ഇതൊരു മറ്റൊരു 2024 ആവർത്തിക്കേണ്ട ഒരവസ്ഥ. പൊതുജനങ്ങൾ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു ഇതിലോട്ട് വരാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. സർ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു താമസിക്കുക എന്നൊരു പ്രോസസ്സ് സാർ പറഞ്ഞ് വരുന്ന വർഷങ്ങളിൽ ഇങ്ങനെ ഇല്ലായിരുന്നു, ഈ വർഷമാണത് ഇങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം ഉണ്ടാവാനൊരു സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും സ്വാഭാവികമായൊരു കാലതാമസം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2024 ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും സുപ്രീം കോടതി അതിനകത്ത് ഇടപെടുകയും ഗവൺമെൻറ് കൃത്യമായിട്ട് അത് ഇടപെടുകയും അതിനെ ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ആ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ താമസം ഉണ്ടാകുന്നത്. അത് ഏതൊക്കെ രീതിയിൽ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള ചർച്ചകളായിരിക്കാം ഗവൺമെൻറ് തലത്തിലും അതിൻ്റേതായിട്ടുള്ള വിഭാഗങ്ങളിലൊക്കെ നടക്കുന്നത്. പക്ഷെ അതിനിയും അമാന്തിച്ചുകൂടാ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാവണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഏത് രീതിയാണെങ്കിലും അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനുള്ള തയ്യാറെടുപ്പിനുള്ള അവസരം കുട്ടികൾക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല. കാരണം ഇത് ഒത്തിരി താമസം വരാനും പാടില്ല. ഇപ്പം പരീക്ഷ എന്നുള്ളത് അനന്തമായിട്ട് നീണ്ടുപോകാനും പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അക്കാഡമിക് ഇയറിനെ എല്ലാം അതും ബാധിക്കും. അപ്പം സമയനിഷ്ഠ എന്ന് പറയുന്നതെല്ലാം ഇതിനകത്തൊരു ഘടകമാണ്. സമിതിയുടെ ശുപാർശകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ആ ശുപാർശകളെല്ലാം അതിനകത്ത് ഏതൊക്കെ ഈ വർഷം നടപ്പാക്കണം എന്നുള്ളതിൻ്റെ ഒരു ചർച്ചകളായിരിക്കാം ഇപ്പം ഗവൺമെൻറ് തലത്തിൽ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു താമസം ഉണ്ടാകുന്നത്. പക്ഷേ അത് ഇനിയും അമാന്തിച്ചുകൂടാ. ഇപ്പോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു മാറ്റം അങ്ങനെ വരാനിടയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫേസ് ചെയ്യുന്നത് അവരൊരു പുതിയ രീതിയാണ്. അപ്പോൾ അതിനെ എങ്ങനെ അവർക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നാണ് ശിവൻ സാർ പറയുന്നത്? തീർച്ചയായിട്ടും സാങ്കേതികമായിട്ട് ഏറ്റവും എളുപ്പമാണ്. ഇപ്പം ഓൺലൈൻ എക്സാമിലോട്ട് മാറി. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തത് അതുതന്നെയാണ്. കാരണം ഓൺലൈൻ ക്വസ്റ്റ്യൻ മാറ്റേണ്ടോട്ട് ഫുൾ ഓൺലൈനിലോട്ട് മാറുകയാണെങ്കിൽ ഏറ്റവും ഭാഗ്യവാന്മാർ കുട്ടികൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവർക്ക് ഏറ്റവും താല്പര്യവും അത് തന്നെയാണ്. ഇനി ഹൈബ്രിഡ് രീതിയിലോട്ട് മാറുകയാണ്. ക്വസ്റ്റ്യൻ ഓൺലൈൻ രീതിയും OMR രീതിയിലുള്ള ആൻസർ ഷീറ്റുമാണെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ഇതിൻ്റെ മറ്റുള്ള ബാഹ്യമായിട്ട് ഇടപെടലുകൾ ഒഴിവാക്കാനായിട്ട് ഉള്ള രീതി, ക്വസ്റ്റ്യൻ പ്രിൻറ്റിങ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൽ തന്നെ പല രീതിയിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ, പല വേർഷൻസ്, പലയിടത്ത് പല ക്വസ്റ്റ്യൻ നടക്കാനുള്ള സാധ്യതകൾ, അതൊക്കെ ഒഴിവാക്കാം. ഏറ്റവും കൃത്യതയായിട്ട് തന്നെ കുട്ടികളിലേക്ക് ക്വസ്റ്റ്യൻ എത്താനായിട്ട് ഹൈബ്രിഡ് രീതി നല്ലതാണ്. പിന്നെ ഇതൊക്കെ ഒരു ദിവസം നടക്കുമോ, പല ദിവസങ്ങളായിട്ടേ നടക്കുകയുള്ളൂ എന്നുള്ളതൊക്കെ അതൊക്കെ ആയിരിക്കാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ ഏതൊരു രീതിയാണെങ്കിലും കുട്ടികൾക്കുള്ളിലുണ്ടാകുന്ന ഭയം, അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓൺലൈനാക്കി, ഹൈബ്രിഡാക്കി, അല്ലെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നടത്തി, ഇതിനൊന്നും അപാകതയില്ല. ഇത് ഏറ്റവും കൃത്യമായിട്ട് നടക്കണം. അതാണ് കുട്ടി ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതും എല്ലാ ജനങ്ങളും പറഞ്ഞത് എന്താണ്, ഇതിൻ്റെ അകത്ത് വിശ്വാസം അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പം
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടണം. അവർക്കിപ്പം ഏത് രീതിയാണെങ്കിലും അതിനോടൊരു ഭയം ഉണ്ടാകുമല്ലോ. അപ്പം ഫുൾ ഓൺലൈനിലോട്ട് മാറി, അപ്പോൾ അത് ഏത് രീതി ആയിരിക്കാം, ഇങ്ങനെയായിരിക്കാം കുട്ടികളെ ബാധിക്കുന്ന അവർക്കുള്ളിലൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് രീതിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ രീതിയും. അപ്പം അത് കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ, കാരണം ഇനിയിപ്പോൾ ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകാതെ ഏറ്റവും കൃത്യമായ രീതിയിൽ ഇന്ന രീതിയിലാണ് നീറ്റ് 2025 നടക്കുന്നത്. അത് ഓൺലൈൻ ആണെങ്കിൽ 2 ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏപ്രിലും മെയിലുമായിട്ടോ അല്ലെ മെയിലും ജൂണിലുമായിട്ടായിരിക്കും നടക്കുന്നത്. ഓൺലൈൻ ആണെങ്കിൽ ചാൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഫുൾ ഓൺലൈൻ ആണെങ്കിൽ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും 2 എക്സാം ഉണ്ടായേക്കാം. അതിനകത്ത് നിന്ന് ഏറ്റവും നല്ല പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ചുള്ള റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് തീരുമാനിക്കുന്നത്. ഇനി അതല്ല ഹൈബ്രിഡ് രീതിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ എക്സാം തന്നെ ആയിരിക്കും, പക്ഷേ അത് ടാബിനകത്താണോ, എങ്ങനെയാണ് നടപ്പാക്കുന്നത്. ഇനി അതല്ല ഓഫ്ലൈൻ രീതിയാണെങ്കിൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാകാതെ, ക്വസ്റ്റ്യനുകൾ മാറിപ്പോകാതെ ഏറ്റവും കൃത്യമായിട്ട് അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു ദിവസം എഴുതുന്ന എക്സാമാണ്. ഒരേ സീറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ്. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന രക്ഷിതാക്കളാണ്. അപ്പം അതിൻ്റേതായ ഒരു സമയം ഇനിയും താമസിച്ചു പോകരുതെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയാണെങ്കിലും ഇനിയും സമയം വിദ്യാർത്ഥികൾക്കുണ്ട്, അതിനോട് പാകപ്പെടുവാനായിട്ടുള്ള സമയമുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളോട് സംബന്ധിച്ചോളം ഇപ്പം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഇനി അവരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. 2024 മാർച്ച് പകുതിയോടുകൂടി മാത്രമേ ബോർഡ് എക്സാം തീരുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് തയ്യാറെടുക്കാനായിട്ട് 1.5 മാസം മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നാഷണൽ മെഡിക്കൽ കമ്മീഷനും നീറ്റ് 2025 എല്ലാവിധ ഡീറ്റെയിൽസും, സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡ്, അതിൻ്റെ ടൈം ഷെഡ്യൂളെല്ലാം പബ്ലിഷ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമ്മൾ NTA മുമ്പിലും കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പിലും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സർ, ബെർലിൻ എപ്പോഴും ഒരു പടി മുമ്പിലാണ് എന്നെപ്പോഴും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെയാണ് അഭിപ്രായപ്പെടാറുള്ളത്. ഏതൊരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും അത് അന്നത്തെ ദിവസം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അതെ, കാരണം ഇപ്പോൾ കോവിഡ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ച് തീർച്ചയായിട്ടും മാർച്ച് 10 കോവിഡ് മൂലം നമ്മൾ അടയ്ക്കുമ്പോൾ 10 തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പരീക്ഷ നടത്തി. അതിൻ്റെ ഒരു ക്ലാസ്സുകളോ ഒരു പരീക്ഷകളോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ ലേണിംഗ് ആപ്പ് വഴിയാണെങ്കിലും ഓൺലൈനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വഴിയാണെങ്കിലും വീഡിയോ ക്ലാസ്സുകൾ വഴിയാണെങ്കിലും ആ വർഷമാണ് നമുക്ക് ഏറ്റവും അധികം നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തത്. അപ്പം സിസ്റ്റം മാറുന്നതനുസരിച്ച് കുട്ടികൾ പേടിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇന്ത്യ വരുത്തുന്ന എന്ത് മാറ്റങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഏക സ്ഥാപനമാണ് ബെർലിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പം ബെർലിനിലെ കുട്ടികളെ സംബന്ധിച്ചോളം ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ പൊതുജനമായിട്ട് സമ്മതിക്കുന്ന ഒരു മീഡിയയിൽ നിന്നുകൊണ്ട് പറയുമ്പോഴാണ് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം ഏത് രീതി കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് ആ രീതിയിലോട്ട് മാറ്റാനുള്ള സംവിധാനം ഇന്ന് ബ്രില്യൻറ്റിനുണ്ട്. ഇപ്പം ഓൺലൈനാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെ മെഡിക്കലിന് വേണ്ടിയിട്ട് 15,000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 2 ഷിഫ്റ്റായിട്ട് നടത്തിയാൽ പോലും മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ഓൺലൈനായിട്ട് തന്നെയായിരിക്കും പരീക്ഷ നടത്തുന്നത്. എല്ലാ കുട്ടികളുടെയും ടാബ് കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് എക്സാം നടത്താൻ യാതൊരു പാടുമില്ല. അപ്പം ഓൺലൈൻ മീഡിയ ആണെങ്കിലും ഹൈബ്രിഡ് രീതിയാണെങ്കിലും നമ്മുടെ കുട്ടികളെ അത് അന്ന് തന്നെ നമുക്കത് ഫുള്ളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിലബസിനെ കുറിച്ചാണെങ്കിൽ NCERTയുടെ മുഴുവൻ സിലബസും, അതായത് കഴിഞ്ഞ തവണത്തെ പോലുള്ള മുഴുവൻ സിലബസും നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സിലബസിൽ വരുന്നൊരു മാറ്റമൊന്നും ഇനി കുട്ടികളെ ബാധിക്കില്ല. കാരണം പുതിയതായിട്ടൊരു ചാപ്റ്ററുകളൊന്നും പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ടില്ല. ഉള്ളതിനകത്ത് മാറ്റങ്ങൾ അല്പം വരുത്തുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പം സിലബസിനെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല. ബ്രില്യൻറ്റിൽ നീറ്റ് 2025 തയ്യാറെടുക്കുന്ന ഒരു കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനിലൂടെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ജനുവരി 15 കൊണ്ട് നമ്മളെല്ലാ വിഭാഗത്തിൻ്റെയും ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് യൂണിറ്റ് 1 തൊട്ട് യൂണിറ്റ് 10 വരെയുള്ള ഗ്രൂപ്പ് മോഡലുകൾ നടത്തും. ആ മോഡലിൽ തന്നെ നമ്മൾ പ്രിപ്പറേറ്ററി മോഡലുകൾ നടത്തുന്നുണ്ട്. അവർക്ക് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള മോഡലുകളുണ്ട്. അതർ ഗ്രൂപ്പുകളുടെ മോഡലുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പ്രിൻ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലേണിംഗ് ആപ്പിനകത്ത് പ്രാക്ടീസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ക്വസ്റ്റ്യനുകൾ ചെയ്യുക എന്നുള്ള ഒരു അടുത്ത 2ാം ഘട്ടത്തിലേക്കാണ് ബ്രില്യൻറ്റ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്തത് ഏത് രീതി വന്നാലും കുട്ടികളും നമ്മുടെ മാനേജ്മെൻറ്റും അതിന് പൂർണ്ണമായിട്ട് സജ്ജരാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കകളില്ല. പക്ഷേ ഇതുപോലെ നടക്കുന്ന ഒരു നാഷണൽ ലെവൽ എക്സാമിൽ നമ്മൾ കൊടുത്തും കൂടെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 വർഷം മുമ്പെങ്കിലും
പ്ലസ് ടുവിന് ശേഷം ഒരു പരീക്ഷ എഴുതേണ്ടത് ഏത് പരീക്ഷയാണ്, അതിൻ്റെ സിലബസ് എന്താണ്, അത് ഏത് രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളത് എല്ലാ ജനങ്ങളെയും അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അതാതിൻ്റെ ഏജൻസികൾക്കുണ്ട്. സാർ, ഇങ്ങനെ 2025 നീറ്റ് ഇങ്ങനെ ചെറിയ ചോദ്യചിഹ്നം പോലെ ഇപ്പോൾ നിൽക്കെ കുട്ടികൾ അതിനെ ഏത് രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം? നമ്മുടെ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ടോപ്പിക്ക്, അതിപ്പം റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിൽ നമ്മൾ ടോപ്പിക്ക് മുഴുവൻ തീർത്തു, അവരുടെ റിവിഷൻ മോഡലുകൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നടക്കുന്നത്, കാരണം അവർക്ക് ബോർഡ് എക്സാമിനും കൂടെ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്ക് തന്നെ റിവൈസ് ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ആ കുട്ടികളെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ടോപ്പിക് കൊണ്ടുള്ള യൂണിറ്റ് എക്സാമുകളുണ്ട്. അപ്പം അവരോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിന് യൂണിറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ബോർഡ് എക്സാമിൻ്റെ രീതിയിലുള്ള പ്രാക്ടീസുകളും ബോർഡ് എക്സാമിനും കൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ തയ്യാറെടുക്കുക. അതനുസരിച്ച് മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് റിവിഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇനി നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 85%, 90% ചാപ്റ്ററുകൾ ജൂൺ മുതലുള്ള ബാച്ചുകളിൽ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ടോപ്പിക്കും ജനുവരി കൊണ്ട് തീരും. ഏറ്റവും അവസാനം തുടങ്ങിയ ബാച്ചാണെങ്കിൽ നമ്മൾ ഫെബ്രുവരി ആദ്യം കൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക്കുകൾ തീർക്കും. അതിനുശേഷം യൂണിറ്റുകൾ, മൊത്തം ചാപ്റ്ററുകളെ നമ്മൾ 10 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുള്ള യൂണിറ്റ് എക്സാമുകൾ, അതിനുശേഷം ആ യൂണിറ്റുകൾ ക്ലബ് ചെയ്തുകൊണ്ടുള്ള മോഡൽ എക്സാമുകൾ, പിന്നെ ഫസ്റ്റ് ഇയറിൻ്റെ മാത്രമായിട്ട്, പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ മാത്രമായിട്ട് മാർച്ച് പകുതിയോടുകൂടി ഫുൾ യൂണിറ്റുകൾ, മുഴുവൻ ചാപ്റ്ററുകളുടെ യൂണിറ്റ് മോഡൽ എക്സാമുകൾ. അത് നീറ്റ് 2025 പാറ്റേൺ എങ്ങനെയാണോ എക്സാക്ട്ലി ആ പാറ്റേണിലായിരിക്കും ഈ മുഴുവൻ പരീക്ഷകളും കടന്നു പോകുന്നത്. അപ്പം ഇപ്പം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നമ്മൾ ക്ലാസ്സുകളിലും ബാക്കി നമ്മുടെ പ്രോഗ്രാമുകളിലെല്ലാം പറഞ്ഞതുപോലെ, എവിടെയെങ്കിലും നമുക്ക് ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ പഠിച്ച് തീരാനുണ്ടെങ്കിൽ, കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ കറക്ഷൻ വേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ജനുവരി കൊണ്ട് നമ്മൾ മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. അവിടെ നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂട്ടാൻ പോവുകയാണ്, സമയം കൃത്യമായിട്ട് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം അപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയവും എടുക്കുന്ന എഫേർട്ടും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവരെ ആ മൂഡിലോട്ടൊന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ മെയ് 3-ാം തീയതി ഉച്ചവരെ തന്നെ അവർ മോഡൽ എക്സാമുകൾ എഴുതും. എന്നിട്ടാണ് മെയ് 4-ാം തീയതി അവരെ നമ്മൾ എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചാപ്റ്ററുകളിൽ, ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ബോട്ടണി ആവാം, സോളജി ആവാം, എവിടെയെങ്കിലും ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ ജനുവരി കൊണ്ട് ടോപ്പിക്കുകൾ തീർക്കുക. അതിനുശേഷം കൃത്യമായിട്ട് എല്ലാ പരീക്ഷകളും എഴുതുക. അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലോട്ട് കിടക്കുന്നത്, പരീക്ഷകൾ. അതെഴുതാൻ തയ്യാറാവണം. ഒരു പരീക്ഷ പോലും പഠിച്ചു തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കരുത്. എല്ലാ പരീക്ഷകളും എഴുതിയിരിക്കണം. എല്ലാ പ്രിപ്പറേറ്ററി പരീക്ഷകളും എഴുതിയിരിക്കണം. അതർ ഗ്രൂപ്പിൻ്റെ പരീക്ഷകൾ എഴുതിയിരിക്കണം. എവിടെ നിന്നൊക്കെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ മോഡലിലുള്ളത് വരുമോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യണം. അത് ബ്രില്യൻ്റ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യനും നമ്മൾ തന്നെ കളക്ട് ചെയ്ത് വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കും. നമ്മുടെ മോഡലുകൾ കൊടുക്കും. അതർ ഗ്രൂപ്പുകളുടെ എല്ലാം പ്രധാനപ്പെട്ടതും നല്ലതുമായിട്ടുള്ള കണ്ടൻറ്റുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ മറ്റൊരു രീതിയിലോട്ട് പോകേണ്ട കാര്യമില്ല. മറ്റൊരു പാറ്റേൺ നോക്കി മറ്റൊരിടത്ത് പോയി ചേരേണ്ട കാര്യമില്ല. ഇവിടെ വലിയൊരു എക്സ്പോഷർ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളെ നീറ്റിന് പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കുട്ടികൾക്ക് പല മോഡലുകളിലായിട്ട് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് അവരറിയാതെ തന്നെ ഒരു ദിവസം തന്നെ 500-1000 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മാനസികമായിട്ട് അവരും തയ്യാറെടുക്കണം. സ്പീഡ്, നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് സ്പീഡ് ഇപ്പോഴും ക്ലിയർ ആക്കിയിട്ടില്ലായിരിക്കും. അപ്പോൾ ആ സ്പീഡ് ക്ലിയർ ആക്കണം. അപ്പം ഓരോ എക്സാമിനും കുട്ടികൾക്ക് ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കണം. മാർക്ക് എന്നുള്ളതിനപ്പുറത്ത് ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കണം ഓരോ പരീക്ഷയ്ക്കും. ഇന്ന് ഞാൻ സ്പീഡിൻ്റെ കാര്യത്തിൽ, ഇന്ന് ഞാൻ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തെറ്റിക്കില്ല എന്നുള്ള കാര്യത്തിൽ, വളരെ കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യനുകളും വായിക്കും എന്നുള്ള കാര്യത്തിൽ, മുഴുവൻ ക്വസ്റ്റ്യനുകളും ഞാൻ കൃത്യമായിട്ട് വായിക്കും എന്നുള്ള കാര്യത്തിൽ, ഫുൾ മാർക്ക് മേടിക്കാനുള്ള സ്കോറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന കുട്ടികൾ, അവരുടെ ഏതെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് വരാവുന്ന ചെറിയ ചെറിയ ന്യൂനതകൾ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ, എക്സാം അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉൾക്കൊള്ളണം, ഇതിനെക്കുറിച്ചൊക്കെ ആ എക്സാം ഹാൾ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനെക്കുറിച്ചും പഠിക്കാനായിരിക്കണം ഈ മോഡലുകൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡലുകളും വിദ്യാർത്ഥികൾ എഴുതണം. എല്ലാ മോഡലുകളും കൃത്യമായിട്ട് ബ്രില്യൻ്റ് പറയുന്നത് പോലെ തന്നെ എഴുതുകയും അതിൻ്റെ
ഈ ഒരു റിസൾട്ട് അനാലിസിലൂടെ പേരൻസൊക്കെ കടന്നു പോകണം. കാരണം എന്നാലേ അവരും ഇതിനകത്ത് ഉൾക്കൊള്ളുകയുള്ളൂ. അങ്ങനെ ആയിരിക്കണം നമ്മൾ മെയ് 5-ാം തീയതിയിലോട്ട് നീറ്റ് 2025 വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത്. അതിനൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് പ്ലാനുകളുണ്ട്. അത് ഏത് രീതിയിലാണ് നടക്കുന്നത് അതിൻ്റെ അന്ന് തന്നെ അത് കുട്ടികൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നീറ്റ് 2024 എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ അതേ സിലബസ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. 2025 നീറ്റുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ആശങ്കകളൊക്കെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ മനസ്സിലിങ്ങനെ ഉടലെടുക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് കൃത്യമായ ഇടപെടലുമായിട്ട് ശിവൻ സാർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2025 നീറ്റിൽ എന്ത് തന്നെ വരാനിരുന്നാലും അതിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ബ്രില്യൻറ്റ് ടീം ഇരിക്കുന്നത്. ബ്രില്യൻറ്റിനൊപ്പമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എന്ത് മാറ്റം വന്നാലും അതിനെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ഫേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ വർഷങ്ങളിലെ പോലെ തന്നെ 95% ഓഫ് മലയാളി സ്റ്റുഡൻസും റിസൾട്ട് നേടുന്നത് ബ്രില്യൻറ്റിൽ നിന്നുമായിരിക്കും. ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഇനി നിങ്ങൾക്കറിയാം, ഒരുപാട് വർഷങ്ങളെ ഈ ഒരു എൻട്രൻസ് മേഖലയെ ഒരുപാട് വർഷക്കാലമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശിവൻ സാർ. അതിൻ്റെ ഓരോ മാറ്റങ്ങളും കൃത്യമായി ശിവൻ സാറിനറിയാം. വരാനിരിക്കുന്ന ഓരോ മാറ്റങ്ങളെയും എങ്ങനെ അതിജീവിക്കണം, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഏറ്റവും ഈസി ആയിട്ട് മാതാപിതാക്കളെ ഇപ്പോൾ കുട്ടികൾക്ക് ഒന്നും ചെറിയൊരു ടെൻഷൻ പോലും അടിക്കാതെ എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ള കാര്യങ്ങളെല്ലാം ശിവൻ സാറിനും ബ്രില്യൻറ്റ് ടീമിനും ഒക്കെ അറിയാം. അപ്പോൾ ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ ശിവൻ സാർ നയിക്കുന്ന ലൈവുകളിലൂടെ, അല്ലെങ്കിൽ ശിവൻ സാറിൻ്റെ മറ്റ് പ്രോഗ്രാമുകളിലെല്ലാം വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കുചേരണം. കാരണം തീർച്ചയായിട്ടും 2025 നീറ്റിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വരാനുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ തെറ്റുകളായിരിക്കും കോമൺ ആയിട്ടും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു തെറ്റും കൂടാതെ എങ്ങനെ ഓരോ കാര്യങ്ങളെയും ഫേസ് ചെയ്യാമെന്നുള്ളത് ശിവൻ സാർ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരും ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിലും. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.